ജില്ലാ വാർത്തകൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിക്കെതിരെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന ബജറ്റ് കേരളത്തിന്റെ വികസനത്തിന് ദിശാബോധം നൽകുന്നതാണെന്ന് കാലിക്കറ്റ് ചേംബർ. സിയസ്കോ കോഴിക്കോടിന്റെ അടയാളമായി മാറിയെന്ന് AK ഫൈസൽ ബാബു MLA. വായനയിലൂടെ ലഭിക്കുന്ന അറിവും വിവേകവും ഏറ്റവും വലിയ സമ്പത്താണെന്ന് അസിസ്റ്റന്റ് കളക്ടർ മാളവിക G. നായർ. PN പണിക്കർ വായനയുടെ പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയ വ്യക്തിയാണെന്ന് എഴുത്തുകാരൻ അസീസ് തിരുവണ്ണ. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിക്കെതിരെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുന്നമംഗലത്ത് നടന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തിൽ പിടിമുറുക്കുകയും കുട്ടികളെ ലഹരിക്ക് അടിമകളാക്കാനുള്ള ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്ന ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ പ്രാവർത്തികമാക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം കുന്നമംഗലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായ ദീപശിഖ മന്ത്രി MA റസാഖ് മാസ്റ്റർ MLAക്ക് കൈമാറി. SSLC, ഹയർ സെക്കൻഡറി, LSS, USS, NMMS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം, ലഹരിക്കെതിരായ 1 മില്യൺ ഗോൾ ക്യാമ്പയിന്റെയും എജു കാർണിവലിന്റെയും ഉദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ MA റസാഖ് മാസ്റ്റർ MLA അധ്യക്ഷനായി. MK രാഘവൻ MP മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ MLA, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഫസീല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സംജിത്ത്, വൈസ് പ്രസിഡന്റ് വിനോദ് പടനിലം, ജില്ലാ പഞ്ചായത്ത് അംഗം സീന അശോകൻ, വാർഡ് മെമ്പർ V. അനിൽകുമാർ, നോർത്ത് സോൺ IG വിമലാദിത്യ, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്തലി, മുൻ MLA UC രാമൻ, AEOമാരായ K. രാജീവ്, ഷംജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ബജറ്റ് കേരളത്തിന്റെ വികസനത്തിന് ദിശാബോധം നൽകുന്നതാണെന്ന് കാലിക്കറ്റ് ചേംബർ. കോഴിക്കോടിന് നല്ല പരിഗണനയാണ് ലഭിച്ചതെന്നും പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇത് ഒരു പ്രൊഫഷണലി സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്, പ്രായോഗികമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ട്. അതേപോലെ തന്നെ SS അരീനനായിട്ടുള്ള പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ ഒരു സാംസ്കാരിക പാർക്ക്, കാലിക്കറ്റ് ചേംബർ പോലുള്ള സംഘടനകൾ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവന്ന ലൈറ്റ് മെട്രോ പദ്ധതി, അതേപോലെ തന്നെ വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ തികച്ചും മലബാറിന് ഗുണമാകുന്ന രീതിയിലുള്ള പ്രഖ്യാപനം തന്നെയാണ്. അതേപോലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്ലോബൽ വാച്ച് ടവർ എന്ന് പറയുന്നൊരു പദ്ധതിയും ഇതിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെൻസി തലമുറയെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ സ്റ്റാർട്ടപ്പിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതിയും ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സിയസ്കോ കോഴിക്കോടിന്റെ അടയാളമായി മാറിയെന്ന് VK ഫൈസൽ ബാബു MLA. സിയസ്കോ അഭയം പദ്ധതിയിൽ ഒരുക്കുന്ന 27ാമത് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കല്ലായി MS ബാബുരാജ് റോഡിൽ നിർധന തൊഴിലാളിക്കാണ് സിയസ്കോയുടെ കൈത്താങ്ങാകുന്നത്. അഭയം പദ്ധതിയിൽ 27ാമത് വീടിന് VK ഫൈസൽ ബാബു MLA തറക്കല്ലിട്ടു. സിയസ്കോ കോഴിക്കോടിന്റെ അടയാളമായി മാറിയെന്ന് MLA പറഞ്ഞു. സിയസ്കോ വളരെ എന്താ പറയുക, സാധാരണ ഒരു ബോർഡ് വെച്ചൊരു ക്ലബ്ബ് ഒരു പരിസ്ഥിതി ദിനത്തിൽ ചെടി നട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു സംഘടന ഒന്നും അല്ല. ഇത് വളരെ ആഴത്തിൽ ഇവർ ഇടപെടുന്നു. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി തന്നെ അതിന് തെളിവല്ലേ. എന്താ ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ള ഒരു സാഹസം എന്താ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ പരിപാടിയാണിത്. ഞാൻ ഒരുപാട് ബൈത്തുർ റഹ്മ പദ്ധതിയിലൊക്കെ സഹകരിച്ച ഒരാളായതുകൊണ്ട് നമുക്കറിയാം അത് ആ ചാവി കൊടുക്കുന്നത് വരെയുള്ള സാഹസം ഭയങ്കരമാണ്. അപ്പോൾ അതൊക്കെ ഒരു വണ്ടറാണ്. സിയസ്കോ ഈ കോഴിക്കോടിൻ്റെ പിന്നെ എന്താ പറയുക, നമ്മളിപ്പം ബീച്ച്, മാനാഞ്ചിറ, അതേപോലെ മിഷ്കാൽ പള്ളി, അങ്ങനെ കുറേ ഐക്കണിക് സംഭവങ്ങളുണ്ട് കോഴിക്കോട്. സിയസ്കോ പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, കൗൺസിലർമാരായ P സക്കീർ, ബൈജു കാളക്കണ്ടി, മുൻ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് AB അൻവർ, K നിർമ്മല, K നൌഷാദ് അലി, SM സാലിഹ്, CPM സയ്യിദ് അഹമ്മദ്, PVC യൂനിസ്, PP അബ്ദുള്ള കോയ, ആദം കാതിരിയകം, PK മൊയ്തീൻ കോയ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വായനയിലൂടെ ലഭിക്കുന്ന അറിവും വിവേകവും ഏറ്റവും വലിയ സമ്പത്താണെന്ന് അസിസ്റ്റന്റ് കലക്ടർ മാളവിക G നായർ. ജില്ലാതല വായനാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വായനാ ദിനാചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് HSSൽ നടന്നു. അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ മാളവിക G നായർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ യുഗത്തിൽ വായിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും വായന അഭിരുചി വളർത്തിയെടുക്കാൻ സ്കൂൾ കാലഘട്ടം മുതലേ ശ്രമം ആരംഭിക്കുകയും വേണമെന്ന് അവർ പറഞ്ഞു. ഇന്നും വായനയുടെ നമ്മൾ പറയുന്ന ഉദ്ദേശം പഴയ ലോകത്ത് നിന്നും ഇപ്പോഴേക്ക് മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ടത്തെ അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഇപ്പോഴും വായന. അതുകൊണ്ട് ഇപ്പം ലോകം മാറി ഞാൻ വായിക്കേണ്ട കാര്യമില്ല എന്ന് ആരും വിചാരിക്കരുത്. പറ്റുമ്പോഴൊക്കെ പുസ്തകങ്ങൾ വായിക്കുക, കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഫിക്ഷൻ ആണ് ഇഷ്ടമെങ്കിൽ ഫിക്ഷൻ വായിക്കുക, കുറച്ച് കഴിഞ്ഞ് നോൺ ഫിക്ഷൻ വായിക്കാം. നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരു അറിവ് വളരെ കംപ്ലീറ്റ് ആയിരിക്കും. വായനയിൽ നിന്നും ലഭിക്കുന്ന ഊർജവും വിവേകവും സാമൂഹിക മാറ്റത്തിനായി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ നൽകിയ സന്ദേശമെന്ന് PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തിയ എഴുത്തുകാരൻ UK കുമാരൻ പറഞ്ഞു. നമ്മുടെ മനുഷ്യരാക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്താണ്? നമ്മിൽ വിവേകമാണ്. തെറ്റ് ചെയ്യരുത് എന്ന് നമ്മെ ആരോ അനുദിനം ഓർമ്മപ്പെടുത്തുന്നു. തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തടയുന്നു. ആ തടയുന്നൊരു ഘടകം നമ്മിൽ വിവേകമാണ്. അതാണ് PN പണിക്കർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ള കാര്യം. GMGHSS പ്രധാനാധ്യാപകൻ N പവിത്രൻ വായനാദിന പ്രതിജ്ഞ ചൊല്ലി. PN പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷനായിരുന്നു. IPRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ B ബിനു, PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി T സുജാത, ലൈബ്രറി കൗൺസിൽ പ്രതിനിധി VP ശ്യാംകുമാർ, C രമേശ്, E അനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
PN പണിക്കർ വായനയുടെ പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയ വ്യക്തിയാണെന്ന് എഴുത്തുകാരൻ അസീസ് തിരുവണ്ണ. ബേപ്പൂർ സാംസ്കാരിക സാഹിതി സംഘടിപ്പിച്ച PN പണിക്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്കാര സാഹിതി ബേപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PN പണിക്കർ അനുസ്മരണം നടത്തി. ഫറൂഖ് കോളേജ് മലയാള വിഭാഗം മേധാവിയും എഴുത്തുകാരനുമായ ഡോക്ടർ അസീസ് തരുവണ ഉദ്ഘാടനം ചെയ്തു. വായനയുടെ ലോകത്ത് പുതിയ തലമുറ സജീവമാകുന്നത് ആഹ്ലാദകരമാണെന്നും വായിക്കുന്ന സമൂഹം എന്നത് പ്രതികരിക്കുന്ന സമൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. 1909 തൊട്ട് ഈ 45 വരെയുള്ള കാലം, നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ കാലഘട്ടം എന്നത് കേരളം ഇളകി മറിയുന്ന ഒരു കാലമാണ്. പലതരത്തിലുള്ള സമര പ്രക്ഷുബ്ധതകളുടെ ഒരു കാലം. അതിൽ നാരായണഗുരു ജീവിച്ചിരിപ്പുണ്ട്, കുമാരനാശാൻ ജീവിച്ചിരിപ്പുണ്ട്, മറ്റു പലരും ഉണ്ട്, അയ്യങ്കാളികളുണ്ട്, മറ്റ് സമരങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങളുടെ ഒരു കാലമാണ്. ആ ഒരു കാലത്താണ് ഗ്രന്ഥശാല പ്രസ്ഥാനം കൂടി വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ തുടക്കം കുറിക്കുന്നത്. പരിപാടിയിൽ സംസ്കാര സാഹിതി ബേപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PT സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഷിയാസ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കാര സാഹിതി ജില്ലാ സെക്രട്ടറി മുരളി ബേപ്പൂർ, നിയോജകമണ്ഡലം സെക്രട്ടറി MK രാജീവ് കുമാർ, K തസ്വീർ ഹസൻ, N രാജൻ, പ്രസാദ് കളത്തടി, ബാബു വാളക്കട, അയ്യപ്പൻ രാമനാട്ടുകര എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരള കമ്പനി സെക്രട്ടറി PMA സമീറിനെ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്റർ ആദരിച്ചു. ICSA കോഴിക്കോട് ചാപ്റ്ററിന്റെ സിൽവർ ജൂബിലി ആചരണത്തിന്റെ ഭാഗമായാണ് ആദരവ് സംഘടിപ്പിച്ചത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ചാപ്റ്ററിന്റെ സിൽവർ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഈ മേഖലയിൽ നിന്നും ആദ്യമായി നിയമസഭാംഗമായ PMA സമീറിനെ ആദരിച്ചു. Many of my dreams and aspirations in life become possible because of the company secretary qualification, this profession, and the opportunities is open for me. From my young age, I had a strong interest in public service. ചാപ്റ്റർ ചെയർമാൻ CS KV സവീഷ് CSWA അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CS അബ്ദുറഹിമാൻ ഇർഷാദ്, കമ്പനി സെക്രട്ടറിമാരായ KP സതീശൻ, AM ആഷിഖ്, ഉത്തം കുമാർ, MA മെഹബൂബ്, ഗൗതം മല്ലയ്യ, KV അരുൺ, ആഹ്ലാദ റാവു, ചാരുമതി, പൂനം ശർമ്മ തുടങ്ങിയവരും സംബന്ധിച്ചു. കമ്പനി സെക്രട്ടറീസ് വിദ്യാർത്ഥികളുമായി MLA സംവാദവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം നടത്തി. അക്ഷരമുറ്റത്തെ അറിവുത്സവം എന്ന പേരിലാണ് വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തിയത്. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനുമായ PK അബ്ദുൽ സലാം പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയിലൂടെ മാത്രമേ അറിവുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 പോയിന്റ് ഐക്യൂവിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ 4 പോയിന്റ് ഐക്യു കൂടുതലുള്ളവരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ. ഞാൻ ഐക്യു കൂടുതലുള്ള ആളുകളല്ലേ സംസാരിക്കേണ്ടത്, ഇതിനൊന്നും നേരെ ഓപ്പോസിറ്റാണ്. ഐക്യു കൂടുതലുള്ള ആളുകൾ. സ്കൂൾ NSS ലീഡർ ഷബാസിയ അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ പ്രിൻസിപ്പാൾ മുഹമ്മദ് ബഷീർ TP മുഖ്യപ്രഭാഷണം നടത്തി. ഫത്തിബിൻ മുഹമ്മദ് വായനാദിന സന്ദേശം നൽകി. ലുബ്ന, CT ഫാത്തിമ, സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ബിന്ദു, റീന തുടങ്ങിയവർ സംസാരിച്ചു. വൈഷ്ണവ് K, റിഫാൻ അറാഫത്ത്, NSS പ്രോഗ്രാം ഓഫീസർ രജനി, NSS ലീഡേഴ്സായ അഹമ്മദ് തൻവീർ, മാസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വിപുലമായ പുസ്തക പ്രദർശനം, ചർച്ചകൾ, വായനാ കളരി എന്നിവയും അറിവുത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ സോൺ കോൺഫറൻസ് കോഴിക്കോട് നടന്നു. സോൺ 2-ലെ 5 ക്ലബ്ബുകളിലെ മെമ്പർമാരാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്. ലയൺസ് ഇന്റർനാഷണൽ 3180യുടെ റീജിയണൽ 3rd സോൺ 2വിന്റെ സോൺ കോൺഫറൻസ് എരങ്ങിപ്പാലം സഫയർ ഹാളിൽ വെച്ച് നടന്നു. സോൺ 2വിലെ 5 ക്ലബ്ബുകളിലെയും മെമ്പർമാരാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്. ലയൺസ് ക്ലബ് സോൺ 2വിലെ സോൺ ചെയർപേഴ്സൺ ലയൺ സുനിൽകുമാർ കളത്തിലിന്റെ അധ്യക്ഷതയിൽ ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഗാർനറ്റ്, കാലിക്കറ്റ് രാമനാട്ടുകര, കാലിക്കറ്റ് ഗുൽമോഹർ, കാലിക്കറ്റ് ടൗൺ, കാലിക്കറ്റ് ഡാഫോഡിൽസ് എന്നീ 5 ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ട്രഷറർമാരും കോൺഫറൻസിൽ പങ്കെടുത്തു. 5 ക്ലബ്ബുകളിലെയും സെക്രട്ടറിമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഡിസ്ട്രിക്ട് നേതാക്കളായ ലയൺ പ്രേംകുമാർ, ഇ അനിരുദ്ധൻ, വിശോക് പനങ്ങാട്, സേനോൻ, അനൂപ് കോവിൽ, അപ്പുകുട്ടി, ലിജീഷ് നായർ എന്നിവർ സംസാരിച്ചു. നമുക്ക് ഒരുമിച്ച് ഒരു വലിയ കാര്യം ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ യോഗം നമുക്ക് പുതിയ ഊർജവും പ്രചോദനവും നൽകട്ടെ. നമ്മുടെ സേവനങ്ങൾ സമൂഹത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോ ചെറിയ പ്രയാസങ്ങളും വലിയ മാറ്റങ്ങളുടെ തുടക്കമാവട്ടെ. ഒരുമിച്ച് സേവനത്തിൻ്റെ പുതിയ ഉയരങ്ങൾ നമുക്ക് എത്തിപ്പെടാം. ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സോളിൽ 5 ക്ലബ്ബുകളിൽ ഓരോരോ ക്ലബ്ബും ഈ ലയണിയറിൽ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-50 ലക്ഷം രൂപ 5 ക്ലബ്ബ് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലബ്ബുകളിലെയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ജൂൺ 21-ന് ചിത്രരചനാ മത്സരവും 23-ന് റാലിയും സംഘടിപ്പിക്കും. കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതിലുപരി ഒരു ഒളിമ്പിക്സ് സന്ദേശം നൽകുക എന്നതാണ് ഇതിന്റെ ഭാഗമായി 23-ാം തീയതി ബീച്ചിൽ വൈകിട്ട് ഒളിമ്പിക് ദിന റാലിയും കൂടി നടത്തിയത് 1000ഓളം ആളുകൾ പങ്കെടുപ്പിച്ചു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഒളിമ്പിക്സ് അസോസിയേഷനിലെ ഒരു പ്രധാന സംഘാടക എന്ന നിലയിൽ ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ഈ പരിപാടിയുമായി മുന്നോട്ട് വന്നത്. ജൂൺ 23 ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജൂൺ 21-ന് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടക്കും. കോഴിക്കോട് മലാപ്പറമ്പ് വേദവ്യാസ സൈനിക വിദ്യാലയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 23-ന് കോഴിക്കോട് ബീച്ചിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റാലിയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയപ്രകാശ് ബാബു, വൈസ് പ്രസിഡന്റ് KP രാജീവൻ കോവൂർ, സെക്രട്ടറി രാജേഷ് P മാങ്കാവ്, ട്രഷറർ ആഷിഖ് വിശ്വനാഥ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനവും സംഗീത ദിനവും വായനാ ദിനവും ആഘോഷിച്ചു. സിസ്റ്റർ സിൽവി മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾ യോഗാ നൃത്തം അവതരിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനവും ലോക സംഗീത ദിനവും വായനാ ദിനവും ഒരുമിച്ച് വിപുലമായ പരിപാടികളോടെയാണ് സ്കൂളിൽ ആഘോഷിച്ചത്.
ഒപ്പം ജനാധിപത്യ പ്രക്രിയയായ തെരഞ്ഞെടുപ്പിൽ സ്കൂൾ കുട്ടികളെ ഭാഗഭാക്കാക്കാൻ സ്കൂൾ ക്യാബിനറ്റ് തെരഞ്ഞെടുപ്പിനും തുടക്കമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെയും യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെയും പ്രാധാന്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിനായി സ്കൂൾ യോഗ മാസ്റ്റർ ജിനീഷ് ശാന്തി യോഗയുടെ നേതൃത്വത്തിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗാഭ്യാസം നൃത്തരൂപത്തിലാക്കി അവതരിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി. പാർവതി മഹേഷിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഗായക സംഘത്തിന്റെ ഗാനാലാപനവും നടന്നു. ചടങ്ങിൽ സ്കൂൾ ലൈബ്രറിയൻ ഇൻചാർജ് സിസ്റ്റർ വിൻസി മുഖ്യപ്രഭാഷണം നടത്തി. 3 ദിനാചരണങ്ങളെക്കുറിച്ചും തന്മയ എം, ഫിദ മറിയം, ലാവണ്യ PV എന്നിവർ ലഘുപ്രസംഗം അവതരിപ്പിച്ചു. ചടങ്ങിന് ലിയ റോബി, അശ്വതി വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിക്കെതിരെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന ബജറ്റ് കേരളത്തിന്റെ വികസനത്തിന് ദിശാബോധം നൽകുന്നതാണെന്ന് കാലിക്കറ്റ് ചേംബർ. സിയസ്കോ കോഴിക്കോടിന്റെ അടയാളമായി മാറിയെന്ന് AK ഫൈസൽ ബാബു MLA. വായനയിലൂടെ ലഭിക്കുന്ന അറിവും വിവേകവും ഏറ്റവും വലിയ സമ്പത്താണെന്ന് അസിസ്റ്റന്റ് കളക്ടർ മാളവിക G നായർ. PN പണിക്കർ വായനയുടെ പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയ വ്യക്തിയാണെന്ന് എഴുത്തുകാരൻ അസീസ് തിരുവണ്ണ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.